സംഘർഷ സാധ്യത മുന്നിൽ കണ്ട ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ധീരജ് വധക്കേസിന് ശേഷം ആദ്യമായി കോളേജിൽ KSU യൂണിറ്റ് പുനഃസംഘടിച്ച കൊടിമരം സ്ഥാപിച്ചു. എന്നാൽ കൊടിമരത്തിൽ കൊലയാളി കൊടിമരം എന്ന് ബാനർ കെട്ടുവാൻ SFI ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. 2022 ജനുവരി 10-നുണ്ടായ സംഘർഷത്തിലാണ് വിദ്യാർത്ഥിയായിരുന്ന ധീരജ് കൊല്ലപ്പെട്ടത്. ധീരജ് വധക്കേസിന് പിന്നാലെയാണ് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ KSU യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നത്. 2022 ജനുവരി 10-ന് കോളേജ് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് കണ്ണൂർ തോട്ടട സ്വദേശിയായി ധീരജ് കുത്തേറ്റ് മരിച്ചത്. അതേസമയം പുറത്തുനിന്നെത്തിയ ആളുകളാണ് കോളേജിൽ കൊടിമരം സ്ഥാപിച്ചത് എന്നും ഇവർ തങ്ങളെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും SFI ആരോപിച്ചു. ഭീഷണിപ്പെടുത്തിയിട്ടും പോലീസ് കാഴ്ചക്കാരായി നിന്നെന്ന SFIയുടെ ആരോപണത്തെ തുടർന്ന് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിന് പിന്നാലെ KSU സ്ഥാപിച്ച കൊടിമരത്തിൽ കൊലയാളികളുടെ കൊടിമരം എന്ന ബാനർ കെട്ടാൻ SFI പ്രവർത്തകർ എത്തിയത് പോലീസുമായുള്ള മറ്റൊരു സംഘർഷത്തിനും വഴിവെച്ചു. തുടർന്ന് ഈ ബാനർ കൊടിമരത്തിന് സമീപത്തായി അവർ സ്ഥാപിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലാ കളക്ടർ വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ച നടത്തി സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനമാകുകയും SFI KSU പ്രതിനിധികൾ ഇനിയൊരു സംഘർഷത്തിന് ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പോലീസ് ഇത് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. കളക്ടറുമായിട്ട് സംസാരിച്ചു. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഇനി സമാധാനപരമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ KSUവിന്റെ വിദ്യാർത്ഥി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ ശക്തമായി പോവുക തന്നെ ചെയ്യും. ഇതേ തുടർന്നാണ് പ്രദേശത്ത് സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.